ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഇന്റർനാഷണൽ പണിയും കിട്ടി ശ്രുതി അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ സച്ചി ഞാൻ അമ്പലത്തിൽ നിന്ന് വരാം, പക്ഷെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് പോരും കേട്ടോ എന്നും പറഞ്ഞ് രേവതിയോട് ഫോണിൽ സംസാരിച്ച് വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ അമ്പലത്തിലേക്ക് പോരുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും വരുന്നു. ശ്രുതി മാത്രം കരഞ്ഞ് വിളിച്ച് വരുന്നു. കയറി വന്നപ്പോഴത്തേക്കും അവിടുത്തെ തിരുമേനിയെ കണ്ടു. നമസ്കാരം തിരുമേനി, ഇവളാ എൻ്റെ മരുമകളെ, ഞാൻ എല്ലാം പറഞ്ഞിരുന്നല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടുത്തെ തിരുമേനിയോട് ഇങ്ങനെ പറയുക. ആ സമയം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യണമെന്നും പരിഹാര കർമ്മങ്ങളിൽ ഒന്നുപോലും വിട്ടുപോകരുതെന്നും എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ വരാനും പറഞ്ഞു അദ്ദേഹം. അപ്പം ശരി തിരുമേനി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുന്നു. തിരുമേനി അങ്ങ് പോവുകയും ചെയ്തു. അപ്പം എന്തിനാ ആൻറ്റി ഇതൊക്കെയെന്ന് ചോദിച്ചു ശ്രുതി. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണ്ടേന്ന് ചോദിക്കുക ചന്ദ്ര അന്നേരം ശ്രുതിയോട്. ഓ, ഒരു കള്ളം പറഞ്ഞതിന് ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയതേ ഇല്ല എന്ന് ശ്രുതി അന്നേരം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. അപ്പം എന്താ ശ്രുതി നീ ആലോചിക്കുന്നതെന്ന് ചന്ദ്ര ചോദിച്ചു. എന്താ നീ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ നിന്റെ അച്ഛൻ വെളിയിൽ വരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേന്നും ചോദിച്ചു. ഒന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അന്നേരം മുതൽ. ആ സമയം ആൻറ്റി ദേ ശ്രുതി ചേച്ചിയുടെ അച്ഛൻ കിടക്കുന്നത് മലേഷ്യയിലെ ജയിലിലല്ലേ? ഇവിടെയുള്ള മലയിലെ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് പരിഹാരകർമ്മം ചെയ്താലേ അവിടെയുള്ള അദ്ദേഹം എങ്ങനെയാ വെളിയിൽ വരിക എന്ന് വർഷ ചോദിക്കുമ്പം, മോളെ മലയാളി ദൈവം, കന്നഡ ദൈവം, തെലുങ്ക് ദൈവം എന്നൊന്നുമില്ല മോളെ. ദേ എല്ലായിടത്തും ഒരു ദൈവമേ ഉള്ളൂ. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കയിലുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയും. അദ്ദേഹത്തിന് ഫലം കിട്ടുമെന്ന് ഉറപ്പാണെന്ന് പറയുമ്പോൾ ശ്രുതി എവിടുന്ന് അതെ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ ക്ഷേത്രത്തിൽ പരിഹാരകർമ്മങ്ങൾ ചെയ്താൽ ശ്രുതിയുടെ അച്ഛൻ ഉറപ്പായിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നുള്ള കാര്യം സത്യമാണെന്നും ചന്ദ്ര ഇങ്ങനെ പറയാം. അപ്പോഴും ശ്രുതിയുടെ മുഖത്ത് ആകെ സങ്കടഭാവമാണ്. അപ്പോൾ ശ്രുതിയും ഇങ്ങനെ നോക്കുന്നുണ്ട്, ചന്ദ്രയും നോക്കുന്നുണ്ട്. എന്താ ശ്രുതി നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നേ? ഈ കാര്യത്തിൽ എനിക്കുള്ള താല്പര്യം പോലും നിനക്കില്ലല്ലോ. അത് പിന്നെ ആൻറ്റി ഞാൻ രേവതി ദേ കുടത്തിൽ പോയി വെള്ളം എടുത്ത് വയ്ക്കുക, ചടങ്ങുകൾ പലതും കിടക്കുകയാണെന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ രേവതിയെ കൊണ്ട് പണിയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് വാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുക ശ്രുതിയെ. ചെല്ലാത്ത ശ്രുതി പിള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടാക്കുന്നത് പോലെ ശ്രുതിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക. ഈ സമയം പിന്നെ നമ്മുടെ സച്ചിയും അതുപോലെ നീലിമയും കൂടെ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നീലിമ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിരിക്കുന്നു. ഈ ഒരു സമയം പിന്നെ കാണിക്കുന്നത് ശ്രുതി ആണെങ്കിൽ ചന്ദ്രമതിയോട് പറയാം, വേഗം നമുക്ക് ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാൻ, എന്നിട്ട് വീട്ടിൽ പോകാം, ക്ഷേത്രമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ചന്ദ്രമതി ഇങ്ങനെ പതുക്കെ അടക്കം പറയുക കലിപ്പോട് കൂടി. ഇങ്ങോട്ടോ വരാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക ശ്രുതിയെ. അങ്ങനെ അവിടെ ആ കുടവും എല്ലാം സെറ്റാക്കി നമ്മുടെ രേവതി അവിടെ നിൽക്കുക. ആ സമയത്ത് ഒരു കുടം വെള്ളം ശ്രുതിയുടെ തലയിൽ കൂടെ ഒഴിക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള പരിപാടിയാണ് ആദ്യത്തേത്. അങ്ങനെ ഒരു കുടം വെള്ളം ശ്രുതിയുടെ തലയിൽ കൂടെ ഒഴിക്കണമെന്ന് പറയുമ്പം, അയ്യോ ആൻറ്റി ഞാൻ രാവിലെ കുളിച്ചതാ ആൻറ്റി. ആ കുളിയല്ല ഈ കുളി, മനസ്സിലായോ? പരിഹാരകർമ്മം ചെയ്യുന്നതിന് മുൻപ് തലയിലൂടെ വെള്ളം ഒഴിക്കണമെന്നും അതേ ചെയ്ത് വേണം തുടങ്ങാനെന്നും ചന്ദ്രമതി പറയുക. അങ്ങനെ ആദ്യത്തെ കുടം നമ്മുടെ ശ്രുതിയുടെ തലയിൽ കൂടെ എടുത്ത് ഒഴിച്ചു. കുറേ കുടങ്ങളുണ്ട്, അങ്ങനെ ഒരു 3-4 കുടങ്ങാനുണ്ട്. ആ കുടത്തിലെ വെള്ളം മുഴുവൻ ശ്രുതിയുടെ ദേഹത്തോടെ തലവഴി ഒഴിച്ച് ശ്രുതിയെ കുളിപ്പിച്ചോടെ നിർത്തി. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ചന്ദ്രമതി, എൻ്റെ ഭഗവതി, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം മങ്പാടെ നടക്കണേ എന്നും പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും. അങ്ങനെ കുറേ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മതി 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 എന്നും പറഞ്ഞിട്ട് ശ്രുതി നിൽക്കുക. പോരാ ഒരു കുടം വെള്ളം കൂടി ഒഴിക്കാനുണ്ടെന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് രേവതി അത് ഒഴിക്കാനായിട്ട് പോകണു. അങ്ങനെ ശ്രുതിയെ വെള്ളത്തിൽ കുളിപ്പിച്ചു. അതിനുശേഷം കഴുത്തേൽ ഒരു തുളസിമാലയൊക്കെ അങ്ങ് ചാർത്തി ഒരു ഭയങ്കര സെറ്റപ്പിലൊക്കെ അങ്ങനെ നിർത്തിയിരിക്കുക. അതിനുശേഷം അവിടുന്ന് വലിയൊരു ചന്ദനമൊക്കെ എടുത്ത് നെറ്റിയിൽ ഇങ്ങനെ വലിയ വലുപ്പത്തിൽ തൊട്ടൊക്കെ കൊടുത്തേ. ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പം അങ്ങനെ ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞുവെന്നും ഇനി അടുത്ത ചടങ്ങിലേക്ക് പോകാമെന്നും ചന്ദ്രമതി പറയാം. എന്നും പറഞ്ഞ് പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. എല്ലാവരും പിന്നാലെ പോകുന്നു. ഈ സമയത്ത് സച്ചി നീലിമയും കൂടെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലേ, എത്താറായോ എന്ന് നീലിമ ചോദിക്കുമ്പം, എത്താറായി മേഡം, ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. ശരി, അല്ല മേഡം ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചപ്പം അതെ അതെന്ന് പറഞ്ഞു. ഇനി എന്നാൽ പിന്നെ കയറി തൊഴുതോളൂ, എൻ്റെ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സച്ചി ശ്രുതിയുടെ അനിയനാണെന്നുള്ളത് നീലിമയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു ഇതുമായിട്ട് അവർ അമ്പലത്തിലേക്ക് പോകണു. പിന്നെ ഇവിടെ തൊഴുത് പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ആൻറ്റി തൊഴുത് പ്രാർത്ഥിച്ചു, ഇനി വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ശ്രുതി പോകാൻ ഇറങ്ങുമ്പം, അവിടെ നിൽക്കുക, തൊഴുത് പ്രാർത്ഥിച്ചാലേ മാത്രം പോരാ, ഭഗവാന് മുന്നിലെ ഏത്ത വിടണമെന്ന് പറഞ്ഞു. ഏത്ത വിടാനോ? ഏത്ത വിടണം. എത്ര ഏത്ത വിടണമെന്ന് ചോദിച്ചപ്പോൾ 10 ഏത്ത വിടണമെന്ന് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞിട്ട് 10 ഏത്തോ എന്ന് ചോദിച്ച് നിൽക്കുക നമ്മുടെ ശ്രുതി. എന്നിട്ട് പിന്നെ അങ്ങനെ ശ്രുതി ആണെങ്കിൽ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ അവിടെ നിന്നിങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ, നീ ഒന്നും നല്ലപോലെ ചെയ്യാൻ പറഞ്ഞു ചന്ദ്രമതി ശ്രുതിയോടെ.
എന്നിട്ട് പിന്നെ ശ്രുതിയെ കൊണ്ട് ഇങ്ങനെ ഏത്തം ഇടിക്കുക, ഇങ്ങനെ തരാന്ന് കുറേ ഏത്തം അങ്ങോട്ട് ഇട്ടു. ഏത്തം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 10 ഏത്തം അതിന് പോകാമെന്ന് പറഞ്ഞു. അയ്യോ 10 ആയിട്ടില്ല, 8 ആയിട്ടേ ഉള്ളൂ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. 8 ആയിട്ടുള്ളോ? അത് 8 ആയിട്ടുള്ളൂ, ഞാനും എണ്ണിയായിരുന്നു എന്ന് വർഷ. അപ്പോഴേക്കും ദേ ചന്ദ്രമതിക്ക് കലിപ്പ്. എന്താ മോളെ ഇത്, ഭഗവാന്റെ മുന്നിൽ കള്ളം പറയാൻ പറ്റുമോ, പാടുണ്ടോ എന്നൊക്കെ അച്ഛൻ അന്നേരം അവിടെ നിന്ന് ചോദിക്കുക. അത് കേട്ടപ്പം കള്ളം പറഞ്ഞാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് രേവതിയും അങ്ങ് പറഞ്ഞു. ഓ ശ്രുതിക്ക് ആകെ സങ്കടം. നീ ഈ ചെയ്യുന്നതിന് ഫലം ഇല്ലാണ്ടാക്കല്ലേ എൻ്റെ ശ്രുതി, 2 പ്രാവശ്യം കൂടി ഏത്ത് വിടുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ ആൻറ്റി ഇനിയും വേണമെന്ന് ഇനിയും കമാന്ന് രക്ഷരം നീ എന്നോട് ചോദിച്ചു പോയേക്കട്ടെ, ചെയ്യടി അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ചന്ദ്രമതി പിടിച്ചു വലിച്ച് ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് അടുത്തത് പറഞ്ഞു, സാഷ്ടാംഗം വീണ് പ്രണമിക്കാൻ പറഞ്ഞു, നമസ്കരിക്കാൻ പറഞ്ഞു. അതൊക്കെ വേണോ ആൻറ്റി, അതൊക്കെ വേണം, ചെയ്യാൻ പറഞ്ഞു. എന്താ ആൻറ്റി ഇത്, ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ കൊണ്ട് സാഷ്ടാംഗം അവിടെ കിടത്തി പ്രാർത്ഥിപ്പിക്കുക. അങ്ങനെ ശ്രുതി അതും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചിയും അതുപോലെ നീലിമയും കൂടെ ക്ഷേത്രത്തിലേക്ക് എത്തി. അപ്പം മേഡം ക്ഷേത്രം എത്തി എന്ന് നമ്മുടെ സച്ചി പറയുക. നീലിമ ഇങ്ങനെ നോക്കുക. മേഡം ഇറങ്ങി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് നീലിമയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി, സച്ചിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞാൻ വന്നില്ലെങ്കിൽ അവർക്ക് വിഷമമാവുമല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീലിമ ഇങ്ങനെ ചിരിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. വരും മേഡം എന്ന് പറഞ്ഞപ്പം ശരി ഓക്കെ എന്നും പറഞ്ഞിങ്ങനെ നീലിമ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും നീലിമയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ സമയത്ത് സച്ചി ഞാനിപ്പോൾ വരാം കേട്ടോ, പ്രധാനപ്പെട്ട ഒരു കോള് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, താൻ പൊക്കോ, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കാം. ശരി മേഡം ഓക്കെ ആയിക്കോട്ടെ, 1 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വേഗം തന്നെ വണ്ടിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പെട്ടെന്ന് വരണം, ലേറ്റ് ആവരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് മേഡം, ശരിയെന്നും പറഞ്ഞ് സച്ചി അകത്തേക്ക് പോയി. നീലിമ അവിടെ നിന്ന് ഫോണിൽ നിന്ന് സംസാരിക്കാനും തുടങ്ങി. ഈ സമയത്ത് സച്ചി അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ കുളിപ്പിച്ച് കുറിയും തൊടിയിച്ച് നിർത്തിയിരിക്കുന്ന ശ്രുതിയെ കണ്ടത്. അത് കണ്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് ചിരി വന്നു കേട്ടോ. ചന്ദ്രമതി അവിടെ നിന്ന് പിള്ളേർക്ക് ഈ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാം. അപ്പോഴേക്കും അച്ഛാ എന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു. അച്ഛാ, പാർലർ എടുത്തിട്ട് അച്ഛനെ ജയിലിൽ നിന്ന് വിടണമെങ്കിലേ കോർട്ടിൽ പോയി വാദിക്കണം, അല്ലാതെ എല്ലാവരും കൂടി ഇവിടെ വന്ന് നിന്നിട്ട് എന്താ കാര്യം എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോൾ എടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛൻ. അല്ല എന്നോട് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, അതിൻ്റെ ആവശ്യം എന്താ, ഞാൻ വന്നില്ലെങ്കിൽ ദൈവം ഇവളുടെ അച്ഛനെ മലേഷ്യയിലെ ജയിലിൽ നിന്ന് എന്താ വെളിയിൽ വിടത്തില്ലേ എന്ന് സച്ചി ചോദിച്ചു. ആ സമയത്ത് എന്താ അച്ഛാ ഇതൊന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കാൻ ശ്രുതി. അപ്പോൾ രേവതി ഇത് ക്ഷേത്രം, ഇതിനോട് മിണ്ടാതിരിക്കാൻ പറയാൻ ചന്ദ്രമതി പറയണു. ചുമ്മാ ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ സച്ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കുക സച്ചേട്ടാ എന്ന് രേവതി പറഞ്ഞു. എന്ന് പറഞ്ഞ് നിൽക്കുക നമ്മുടെ സച്ചി. അന്നേരം വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യെ പിടിച്ച് വലിച്ച് അങ്ങ് കൊണ്ടുപോകണു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ദേവിയുടെ മുന്നിൽ പോയി നിൽക്കുക. അപ്പോൾ കർപ്പൂരം കത്തിക്കണം എന്ന് പറഞ്ഞു. കർപ്പൂരം ഇത് തട്ടത്തിൽ വെച്ച് കത്തിക്കാനാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ അല്ല ശ്രുതിയുടെ കയ്യിൽ വെച്ചാൽ കത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ എൻ്റെ കയ്യിലൊന്നും വെച്ച് കത്തിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് കൊള്ളാം എന്നും പറഞ്ഞ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കും. സച്ചിയുടെ മിണ്ടായിരിക്കാൻ രേവതി പറഞ്ഞു. അപ്പം തട്ടിൽ വെച്ച് കത്തിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോൾ പോരാന്ന് ചന്ദ്രമതി പറയാം. ആൻറ്റി എൻ്റെ കൈ പൊള്ളും. ഒന്നും ആകാൻ പോകുന്നില്ല, ഭഗവാനും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഒരു കുഴപ്പവും വരില്ല, നീ കൈ നീട്ടാൻ പറഞ്ഞു. പറ്റില്ല ആൻറ്റി, അത് വേണ്ട, എൻ്റെ കൈ പൊള്ളും, വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പൊള്ളില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞത്, കൈ കാണിക്കാൻ പറഞ്ഞു. ഇനി പൊള്ളിയാൽ തന്നെ പൗഡർ എടുത്തിട്ട് അച്ഛന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ സച്ചി ചോദിച്ചു. അപ്പോൾ പറ്റില്ല ആൻറ്റി, ഇത് പറ്റില്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല ആൻറ്റി, പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ച് പറയുക ശ്രുതി. അപ്പോൾ അച്ഛനും പറഞ്ഞു ചന്ദ്ര ഇത് കുറച്ച് കൂടുതലാട്ടോ. അപ്പം നിങ്ങളൊന്ന് ചുമ്മാതിരിക്കരുത് വേട്ടാ, ഇതൊക്കെ പരിഹാര കർമ്മങ്ങളിൽ വരുന്നതാ, ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ചെയ്തതിനൊക്കെ ഫലം ഇല്ലാണ്ടാകുമെന്ന് പറഞ്ഞ് ചന്ദ്രമതി പറഞ്ഞു. അങ്ങനെ ആരെ കൊണ്ട് ഒന്നും പറയാൻ പോലും സമ്മതിക്കാതെ ശ്രുതിയെ അവിടെ ഇട്ട് വട്ടം കറക്കുക. അപ്പോൾ ശ്രുതി കൈ കാണിക്കാൻ പറഞ്ഞു. തലയിൽ ചുമന്ന ആൻറ്റി കയ്യിൽ കർപ്പൂരം വെച്ച് വരെ പൊള്ളിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തുക. നിന്നോട് കൈ കാണിക്കാനാ പറഞ്ഞത്, വേണ്ട ആൻറ്റി കൈ കാണിക്കടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ശ്രുതിയുടെ കയ്യിലേക്ക് കർപ്പൂരം വെച്ച് കൊടുത്ത് ഇങ്ങനെ ദേവിയുടെ മുന്നിലേക്ക് പിടിച്ചോണ്ട് അങ്ങനെ നിൽക്കുക. ശ്രുതിയാണെങ്കിൽ അയ്യോ എൻ്റെ കൈ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര കാർച്ചയും കൂവിച്ചയും ബഹളം വയ്ക്കണം. അപ്പോൾ വേണ്ട ആൻറ്റി മതിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. നിൽക്കി ഇച്ചിരിയും കൂടി എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ചന്ദ്ര അപ്പോഴേക്കും കത്തി തീർന്നു, കൈ പൊള്ളി പണ്ടാരം അടങ്ങി. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശ്രുതി നീ കരയല്ലേ പിന്നെ ഇതുപോലെ കൈ പൊള്ളി പിന്നെ കരയത്തില്ലെന്ന് ചോദിച്ചു. ഇനിയും ചടങ്ങുകളൊക്കെ കിടക്കുന്നതല്ലേ ഉള്ളൂ എൻ്റെ പൊന്നാൻറ്റി, വേണ്ട പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടെ കിടന്ന് കാറിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നീലിമ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആകെ ടെൻഷൻ അടിക്കുക. നീലിമ എന്നിട്ട് വണ്ടിയിൽ ഇരിക്കുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങി നിൽക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു. ആ സമയത്ത് എനിക്കിനി വയ്യ ആൻറ്റി, ഞാനിനി ഒന്നിനും ഇല്ല ആൻറ്റി, നമുക്ക് വീട്ടിൽ പോകാം ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ കിടന്ന് കാറ് കൂവിക്കൊണ്ടിരിക്കാം. അപ്പോൾ കണ്ടോ എന്തൊരു സ്നേഹം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മോൾക്ക് അച്ഛനോടൊപ്പം രവിയേട്ടനോട് നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു വീട്ടിൽ പോകാമെന്ന്. അന്നേരം സച്ചി ഇങ്ങനെ
അച്ഛനോട് മോൾക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് ശ്രുതി ചേച്ചിയുടെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ പറയുക കേട്ടോ. അത് കേട്ടപ്പം അച്ഛൻ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ സഹിക്കില്ലേ, ഇങ്ങനെയൊക്കെ കരയോ എന്ന് സച്ചി ചോദിച്ചു. അത് ചൂട് കാരണം വേർത്തതാണെന്ന് പറഞ്ഞു. ആ, കണ്ണിൻ്റെ ഉള്ളിലും വേർക്കുമെന്ന് ചോദിച്ചു. വിയർപ്പ് കണ്ണിൽ വീണെന്നാണ് അവൾ പറഞ്ഞതെന്ന് ശ്രുതി തിരുത്തി കൊടുക്കുക. അപ്പം കർപ്പൂരം കത്തിച്ചപ്പോൾ കരഞ്ഞതോ? അത് പിന്നെ ആൻറ്റി കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പോകാം. അപ്പം കഴിയാനോ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു ചന്ദ്ര. ഇനി എന്തൊക്കെ ചെയ്യാനിരിക്കുന്നെന്ന് നിനക്കറിയാമോ? മതി ആൻറ്റി, എനിക്ക് വയ്യ ആൻറ്റി. ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ചെയ്തേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയെ കൊല്ലാക്കല കൊന്നുകൊണ്ടിരിക്കാം. അമ്മ ഇത് എവിടേക്ക് അമ്മയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നീയും കൂടെ വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുന്നു. നല്ല രസമുണ്ടെന്നും പറഞ്ഞ് വർഷ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയത്ത് അച്ഛാ അതെ അത് പിന്നെ ഞാൻ പോട്ടെ അച്ഛാ, ട്രിപ്പ് പോകുന്നതിനിടയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയതാ, ഒരു മേഡം കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? ഒരു ചടങ്ങ് നടക്കുമ്പോൾ കുടുംബത്തിൽ എല്ലാവരും വേണ്ടേ? അല്ലെങ്കിൽ ചെയ്യുന്നതിനൊന്നും ഫലം കാണത്തില്ല. നീ പോയാൽ പിന്നെ അത് മതി ചന്ദ്രയ്ക്ക്, അല്ലെങ്കിൽ തന്നെ വീട്ടിലൊരു സ്വസ്ഥതയും തരത്തില്ല. നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെയും വിളിച്ചുകൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയത്ത് അച്ഛൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. രേവതി അന്നേരം സച്ചേട്ടാ പരിഹാരകർമ്മം ചെയ്യുകയല്ലേ, എല്ലാവരും ഇവിടെ വേണമെന്നേ, സച്ചേട്ടൻ പോവല്ലേ എന്ന് രേവതി പറഞ്ഞു. എനിക്ക് സമയമില്ല രേവതി, ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പിനിടയ്ക്കാ കയറി വന്നതെന്ന്. കാറിനകത്ത് ആൾ വെയിറ്റ് ചെയ്യുക. എത്ര സമയം എന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്യിക്കുക, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കാര്യം സച്ചി പറയുമ്പോൾ, സച്ചേട്ടാ ഒരു 5 മിനിറ്റ് കൂടി നിൽക്കേ, അപ്പോഴേക്കും എല്ലാം കഴിയുമെന്നേ, വാ സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി സച്ചയെ വിളിച്ചുകൊണ്ട് പോകണം. ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ശ്രുതിക്ക് ഏതോ കോള് വന്നതും ശ്രുതി ചാടി ഓടി അമ്പലത്തിന് പുറത്തേക്ക് വന്നതും. അപ്പോൾ അതേ നീലിമയും അവിടെ തന്നെ നിൽപ്പുണ്ട്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. ശ്രുതി അപ്പുറത്ത് നിന്ന് ഫോൺ വിളിക്കുന്നു, നീലിമ ഇപ്പുറത്ത് നിന്ന് ഫോൺ വിളിക്കുന്നു. ശ്രുതി നടന്ന് നീലിമയുടെ അടുത്തേക്ക് വരിക. അങ്ങനെ നമ്മുടെ നീലിമ ഫോണും വിളിച്ച് അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ കാണുന്നത് ശ്രുതിയെ കണ്ടപ്പോഴത്തേക്കും നീലിമ നടുങ്ങി. അങ്ങനെ നീലിമ ആരെ കാണരുതെന്ന് പ്രതീക്ഷിച്ചോ അയാളെ തന്നെ കാണാനും ഇടയായി. നീലിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീലിമ ചാടി ഓടി വണ്ടിക്കകത്ത് കയറിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ശ്രുതിയാണെങ്കിൽ ഫോൺ വിളിച്ച് വണ്ടിയുടെ അടുത്തേക്കും വന്നു. വണ്ടിക്കകത്ത് നീലിമ ഇരിക്കുന്നു, ശ്രുതി പുറത്ത് നിൽക്കുന്നു. നീലിമ എന്നിട്ട് പതുക്കെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാക്കി ഇങ്ങനെ ആക്കി ഈ ശ്രുതി കാണാത്ത രീതിയിൽ നിൽക്കുക. അപ്പോഴേക്കും അവിടെ ശ്രുതിയെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിക്കാൻ തുടങ്ങി. ശ്രുതിയാണെങ്കിൽ ഉരുണ്ട് ഒരു പരുവായി. ആ സമയത്ത് അച്ഛാ എനിക്ക് പോകണം എന്നും പറഞ്ഞു നമ്മുടെ സച്ചി. കുറേ സമയം മേഡം വെയിറ്റ് ചെയ്യുക അച്ഛാ, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് അവരോടൊന്ന് ചെന്ന് പറയാനായിട്ട് രേവതി പറയുമ്പോൾ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിച്ചാൽ, എനിക്ക് പെട്ടെന്ന് പോയേ പറ്റുള്ളൂ രേവതി, നിനക്ക് എന്താ പറ്റിയത്? പിന്നൊരു കാര്യം, വഴക്ക് പറഞ്ഞ് അമ്മ നിന്നെ വീട്ടിൽ നിന്ന് ഓടിക്കും എന്ന് ഞാൻ ഭയന്നിരുന്നു. എന്നാൽ ഇപ്പം നടക്കുന്നതൊക്കെ കാണുമ്പോഴേ അമ്മയോരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ പാർലർ എടുത്ത് വീട് വിട്ട് ഓടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് സച്ചി പറയാം. ആ സമയത്ത് സച്ചേട്ടൻ ഇവിടെ നിൽക്കണ്ട, പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ പറഞ്ഞു വിടുക കേട്ടോ നമ്മുടെ രേവതി. അപ്പം മാറിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് ഓടി. സച്ചി അവിടെ നിന്ന് ഓടിയ സമയത്ത് ഈ വണ്ടിയിൽ തൂത്തും തലോടിക്കൊണ്ട് നിന്നുകൊണ്ടാണ് നമ്മുടെ ശ്രുതി ഫോൺ വിളിക്കുന്നത്. ശ്രുതിയുടെ തൊട്ടപ്പുറയാണ് ഈ നീലിമ ഇരിക്കുന്നത്. നീലിമയ്ക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.